ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു ആപ്പിറ്റൈസർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്നാക്കാണ്. ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റഫ്ഡ് പംകിൻ ഫ്ലവർ, ഇത് രുചികരമായ ഒരു സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ ചില വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ തന്നെ ഈ ഫ്ലവർ നമ്മൾ പറിച്ചുകൊണ്ട് വരണം. പറിച്ചുകൊണ്ട് വന്നിട്ട് അത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കി അത് വൃത്തിക്ക് കഴുകിയെടുക്കണം. അതിൻ്റെ അകത്ത് ഈച്ചയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നിട്ട് ഈ കഴുകിയെടുത്ത ഫ്ലവർ ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിനകത്ത് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനു വേണ്ടി ഒരു സ്റ്റഫിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബേബി സ്പീനച്ചാണ്. അത് നല്ലപോലെ കഴുകി ഇതുപോലെ വെള്ളം വാർന്നു പോകാനായിട്ട് അതും വെക്കണം. അതുപോലെ തന്നെ ഒരു ഒനിയൻ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഒനിയൻ ചേർക്കുക. എന്നിട്ട് ഈ സ്പീനച്ചിനകത്ത് ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് കുറച്ച് ഒഴിവാക്കാനായിട്ട് നമുക്ക് അവനെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ കുറേ നമുക്കങ്ങ് സ്ക്വീസ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ വാട്ടർ തെറി നമ്മൾ കുറയ്ക്കുക, ആ ഉദ്ദേശത്തോടാണ്. അപ്പം നമ്മളൊരു പാൻ അടുപ്പേ വെച്ചിട്ട് ഒരു ശകല ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മുടെ ഈ ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഈ സ്ക്യൂസ് ചെയ്ത് വെച്ചിരുന്ന സ്പീനച്ചും കൂടെ ഒന്ന് വഴറ്റി എടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട്. അത് ഞാൻ പുറകാലെ പറയാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചീസ്. എന്നിട്ട് സ്റ്റഫിങ്ങിനകത്ത് നമുക്ക് ഇതുപോലെ എക്സ്ട്രാ ഈ പംകിൻ ഫ്ലവർ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഫിനിഷിങ്, അതായത് വഴറ്റി ഫിനിഷിങ് പോയിൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് അരിഞ്ഞ് നമുക്കിതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് മിക്സ് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനു വേണ്ടിയുള്ള ഒരു ബാറ്റർ, അതായത് നമ്മുടെ ഈ ഫ്ലവർ മുക്കി എടുക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് മിക്സ് ചെയ്യുന്നത് ഞാൻ സോഡ വാട്ടറിനകത്താണ്. അതായത് നമ്മുടെ ഈ ഉണ്ടാക്കുന്ന നല്ല ക്രിസ്പിയായിട്ടിരിക്കും. അപ്പം ഞാൻ അതിനു വേണ്ടി ഫ്ലവർ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഒരു ശകലം ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു ശകലം സോൾട്ട്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിത് മിക്സ് ചെയ്യുന്നത് സോഡ വാട്ടർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വാട്ടറി ആകരുത്, അതുപോലെ തന്നെ അധികം തിക്കുമായിരിക്കരുത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മൾ ഫ്ലവർ നമ്മൾ ഏത്തയ്ക്കാപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ അകത്ത് മുക്കിയിട്ടാണ് വറക്കുന്നത്. അപ്പോൾ അതേ കോട്ട് ചെയ്യത്തക്ക രീതിയിൽ തിക്കായിട്ടും അതുപോലെ തന്നെ ലൂസ് ആകുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററും തയ്യാറായി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് മിക്സ്, ഇതിലേക്ക് ചില ഐറ്റങ്ങൾ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ചീസ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഫെറ്റ ചീസാണ്. പിന്നെ നമുക്ക് ശകലം മോസറോളായോ അതുപോലെ തന്നെ ചെഡർ ചീസോ, ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സാണത്. ഈ ഫെറ്റ ചീസിനകത്ത് അതായത് ഉപ്പ് കണ്ടൻ്റുള്ള ചീസാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പിന്നെ സ്റ്റഫിങ് മിക്സ് സ്പീനച്ചൊക്കെ തയ്യാറാക്കിയെന്ന് ഞാൻ പറഞ്ഞത് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. ഈ ചീസിൻ്റെ ഉപ്പ് നമുക്ക് ഇനഫാണ് നമ്മുടെ ഈ ഐറ്റത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഉപ്പ് ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പം ചീസും ഇതെല്ലാം അധികം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. എല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അതായത് നമുക്ക് ഈ ഫ്ലവറിനകത്ത് അധികം ഐറ്റം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടി ആവശ്യത്തിന് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചേർത്താൽ മതി. അതിന് പ്രത്യേക കണക്കുകളൊന്നുമില്ല.
എന്നിട്ടൊരു ശകലം കുരുമുളക് പൊടി കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇത്രയും ഐറ്റങ്ങൾ മാത്രം മതി ഇതിൻ്റെ അകത്ത്. പിന്നെ പാഴ്സലി എന്ന് പറയുന്ന ഒരു ഹെർബാണ്. അത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒന്നും വലിയ നിർബന്ധമുള്ള കാര്യങ്ങളല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് സ്റ്റഫിങ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അതായത് ഇതുപോലത്തെ ചെറിയ ഓരോ ബോളായിട്ട് പിടിച്ചിട്ട് അതൊന്ന് സ്ക്യൂസ് ചെയ്തൊരു ഷേപ്പാക്കിയിട്ട് നമ്മുടെ ഈ ഫ്ലവറിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു വെള്ളം കൊണ്ട് പെയ്യോ നമുക്ക് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഇത് ഫ്ലവറാണ്, അത് കീറിപ്പോകരുത്. കീറിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ ആ കൈ കൊണ്ട് തന്നെ അതൊന്ന് സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒന്ന് ഷേപ്പിലാക്കുക. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഫ്ലവർ നമ്മൾ ബ്രേക്ക് ആകാതെ സൂക്ഷിക്കണം. ഇതുപോലത്തെ ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് ഈ കൈ കൊണ്ട് ഞാൻ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഷേപ്പായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കും. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് നമ്മുടെ ബാറ്ററിനകത്ത് മുക്കിയിട്ട് അത് എക്സ്ട്രാ ബാറ്റർ അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഓയിലിനകത്തോട്ട് വളരെ കെയർഫുള്ളായിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തതാണിത്. ഇതുപോലെ നമ്മുടെ മറ്റുള്ളത് മുഴുവനും ഇതുപോലെ ഓരോരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതിരുചികരമായ പംകിൻ ഫ്ലവർ സ്റ്റഫ്ഡ് പംകിൻ ഫ്ലവർ സ്നാക്കാണ്. ആപ്പിറ്റൈസറെന്നോ സ്നാക്കെന്നോ എന്ത് വേണേലും പറയാം. നല്ലൊരു ഐറ്റമാണ് ഇത്. ആർക്കും ഇഷ്ടപ്പെടുന്നു. അതായത് അതിനകത്ത് ചീസും എല്ലാം കൂടെ ചേരുന്ന നല്ല രുചി. അതുപോലെ തന്നെ സ്പീനച്ച് അതെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് വളരെ ഇതിൻ്റെ രുചിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുകയില്ല. നിങ്ങളിത് ഉണ്ടാക്കി ട്രൈ ചെയ്തെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ സിമിലറായിട്ടുള്ള ഐറ്റം ഇറ്റാലിയൻസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അതായത് സുക്കീനി ഫ്ലവർ, സ്റ്റഫ്ഡ് സുക്കീനി ഫ്ലവർ, അത് ഓൾമോസ്റ്റ് സിമിലർ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ കൂട്ട് തന്നെയാണ് അതിൻ്റെ ഫ്ലവറും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.